ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നെയ്വേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു 1000 രൂപയിലുള്ളിൽ വരുന്ന ഒരു കിടിലൻ നെക്ക് ബാൻഡിനെ കുറിച്ചാണ്. അപ്പോൾ ഈ നെക്ക് ബാൻഡ് എന്ന് പറയുന്നത് മിവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു നെക്ക് ബാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കിട്ടിയുള്ളത്. അപ്പോൾ നമുക്കിത് മിവി അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മിവിയുടെ ബോക്സ്. നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ബോക്സാണ്. ഇവിടെ കോളർ ക്ലാസിക് വയർലെസ് ഇയർഫോൺസ് കൊടുത്തിട്ടുണ്ട്. ഡീപ്പ് ആൻഡ് പവർഫുൾ ബാസ്, ഫാസ്റ്റ് ചാർജിങ്, മെയ്ഡ് ഇൻ ഇന്ത്യ എന്നിട്ട് 3 മെയിൻ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡായിട്ട് പുഷ് ദ ലിമിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻജിനീയർഡ് ആൻഡ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇന്ത്യയിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പം ബാക്ക് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് പൗസ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അൺബോക്സ് ചെയ്ത് നമുക്ക് ആദ്യം തന്നെ ഒരു 1 ഇയർ വാറൻറ്റി കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തായിട്ട് യൂസർ ഗൈഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിഷിംഗ് കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതും വായിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 ഇയർബഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് ഇവിടെ ഒരു മൈക്രോ യു എസ് ബി കേബിൾ കൊടുത്തിട്ട് നല്ലൊരു മിവിയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുള്ള നല്ലൊരു കേബിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് മെയിനായിട്ടുള്ള സംഭവത്തിലേക്ക് പോകാം, അതായത് നമ്മുടെ നെക്ക് ബാൻഡ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. 1000 രൂപയിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പവർ ബട്ടൺ ഉണ്ട്. പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എനിക്കിങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കൊരു ബ്ലൂ ആൻഡ് റെഡ് കളർ ബ്ലിങ്ക് ഇപ്പോൾ പവർ ഓൺ ആയിട്ടുണ്ടാവും. പിന്നെ ഒരു വോളിയം അപ്പ് ഡൗൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബട്ടൺസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പോർട്ടായിട്ട് ഒരു മൈക്രോ USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാർജ് ചെയ്യാം. അപ്പോൾ അടുത്തായിട്ട് ഇവിടെ ഒരു ലെഫ്റ്റിൻ്റെ മുകളിൽ തന്നെ റൈറ്റ് സൈഡും അറിയാൻ വേണ്ടിയിട്ട് സംഭവം കൊടുത്തിട്ടുണ്ട്, മാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലാറ്റ് വയറാണ്. അപ്പോൾ അടുത്തായിട്ട് ഒരു മാഗ്നറ്റിക് സംഭവം കൊടുത്തിട്ടുണ്ട്, ഒരു മിവിയുടെ ബ്രാൻഡിങ്ങോടുകൂടി. ഓക്കെ, അപ്പോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ ഇവിടെ കഴുത്തിട്ടുന്ന ആ ഒരു ഭാഗം നല്ലൊരു ബിൽഡ് തന്നെയാണ്. പിന്നെ ഒരു ചെറിയ ലോങ് വയറാണ്, കുറച്ച് വലിയൊരു ലോങ് വയറാണെന്ന് ഒരു സംശയമുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യം ഇതൊന്ന് പെയർ ചെയ്ത് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ്. ആദ്യം നമ്മൾ പവർ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക, ഒരു 5 സെക്കൻഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്ലൂ ആൻഡ് റെഡ് കളർ ബ്ലിങ്ക് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ ഫോൺ എടുത്തിട്ട് ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് മിവി കോളർ ക്ലാസിക് എന്നൊരു സംഭവം വരും. അപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി പെയ്ഡാണ്, നിങ്ങൾ പെയർ ചെയ്യാവുന്നതിന് ശേഷം കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു ബ്ലൂടൂത്ത് 5.0 ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം സൗണ്ട് ക്വാളിറ്റി നോക്കാം. ഓക്കെ, ഞാൻ കുറച്ചേ കേൾപ്പിച്ചുള്ളൂ, കാരണം എന്ന് വെച്ചാൽ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ 1000 രൂപയിലുള്ളിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഇവർ നൽകുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ എന്താ പറയുക, നല്ല കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ നല്ലൊരു കംഫർട്ടബിളാണ്. കുറേ നേരം ഉപയോഗിക്കുമ്പോൾ എന്താ പറയുക, കഴുത്തിന് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ പെട്ടെന്നൊക്കെ ഇടാനും കഴിക്കാനും ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോകുന്ന ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇതൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു നെക്ക് ബാൻഡാണ്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി ഒരു അടിപൊളി ഈ ഒരു പ്രൈസിന് നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ഒരു ബട്ടൺസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു പവർ ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വോളിയം അപ്പ് ഡൗൺ ബട്ടൺ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പവർ ബട്ടൺ നിങ്ങളൊരു 5 സെക്കൻഡ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പവർ ഓൺ ആവും. അപ്പോൾ നിങ്ങൾക്കൊരു ബ്ലൂ ആൻഡ് റെഡ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നൊക്കെ ആകുമ്പോൾ കാണിച്ചു തന്നിട്ടായിരിക്കും. അതുപോലെ ഇത് ഒരു 5 സെക്കൻഡ് ഇങ്ങനെ പിടിച്ചാൽ എനിക്ക് ഓഫാക്കുമ്പോൾ നിങ്ങൾക്കൊരു റെഡ് കളർ ഇങ്ങനെ കത്തിപ്പോവും. അപ്പോൾ ഇത് നിങ്ങളൊരു 2 സെക്കൻഡ് മാത്രമേ ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് വയ്ക്കാം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു പാട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരുകൂടി ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പൗസ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ക്ലിക്ക് ചെയ്ത് അത് പ്ലേ ആവുന്നതാണ്. സാധാരണ എല്ലാ ലെവൽ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വോളിയം ഡൗൺ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് ഹോൾഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോയിലേക്ക് പോകും. അതുപോലെ തന്നെ വോളിയം അപ്പ് നിങ്ങൾ ഇങ്ങനെ പ്ലസ് ചെയ്ത് ഹോൾഡ് വെക്കുകയാണെങ്കിൽ
നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ സാധാരണ എല്ലാവരുടെ ഒരു നെക്ക് ബാൻഡിലൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ സാധാരണ നെക്ക് ബാൻഡിലൊക്കെ കൊടുക്കുന്ന എല്ലാ ഫീച്ചേഴ്സുകളും ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ബിൽഡ് ക്വാളിറ്റിയും ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഒരു ചാർജിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മൈക്രോ USB ആണ് കൊടുത്തിട്ടുള്ളത്. Type-C കൊടുക്കാമായിരുന്നു, പക്ഷേ ഈ ഒരു പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ USB തന്നെ ധാരാളം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കമ്പനി പറയുന്നത് 40 മിനിറ്റ് കൊണ്ട് ചാർജ് ഫുള്ളാവുന്നതാണ്. അപ്പോൾ എറൗണ്ട് ആ ഒരു രൂപയിൽ തന്നെ ഒരു 40-45 ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചാർജ് ഫുള്ളാകുന്നുണ്ട്. നല്ല ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ് കൊടുത്തിട്ട്. അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി ബാക്കപ്പും ഇതിൽ കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു ദിവസം ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ രാവിലെ ചാർജ് ഫുള്ളാക്കിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ആ ടൈം വരെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ദിവസം മുഴുവനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ല ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തതായി ഇതിൻ്റെ മെയിൻ കാര്യം, അതായത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക ഭയങ്കരമായിട്ടൊരു സൗണ്ടും അല്ല, അതുപോലെ തന്നെ തീരെ ഒരു കുറവായിട്ടുള്ള സൗണ്ടും അല്ല, ഒരു മീഡിയം ഒരു ഡീസൻറ്റ് സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ഒരു ബാസ് കൂടുതലോ അങ്ങനെ ഒരു സംഭവങ്ങൾ ഒരു ഡീസൻറ്റ് സൗണ്ട് ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് കുറേ ആൾ വിളിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മൈക്ക് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു നെക്ക് ബാൻഡ് ഉപയോഗിച്ചിട്ടാണ് വിളിക്കുന്നതെന്ന് അവർക്ക് അറിയാതെ ഞാൻ വിളിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വലിയൊരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഒരു സാധാരണ ഒരു കോളിംഗ് ക്വാളിറ്റി തന്നെയാണുള്ളത്. അപ്പോൾ നിങ്ങളൊരു കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെക്ക് ബാൻഡ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ നെക്ക് ബാൻഡ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറവുകളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏകദേശം ഒരു ലെങ്ത്ത് കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അത് തോന്നലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ രീതിയിലൊരു ലെങ്ത്ത് കൂടുതൽ തോന്നുന്നുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു മാഗ്നറ്റ് ഇങ്ങനെ ഒരു കുറച്ച് സ്ട്രോങ് അല്ല, ഒരു അരിയത്ത് വന്നാൽ മാത്രമേ ഒരു വർക്കാകുന്നുള്ളൂ ഒരു കുഴപ്പം തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്നും വലിയൊരു കുഴപ്പമൊന്നുമില്ല. ഈ ഒരു 1000 രൂപയിൽ നല്ലൊരു നെക്ക് ബാൻഡ് തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത ഇതിൽ ഗെയിമിംഗ് മോഡും ലേറ്റൻസി കുറക്കാൻ ആ ഒരു സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു സാധാരണ ഒരു നെക്ക് ബാൻഡ് തന്നെയാണ്. അപ്പോൾ ഞാനൊരു ഗെയിമിംഗ് കളിച്ച് നോക്കിയിട്ട്, അപ്പോൾ ഇങ്ങനെ ഗെയിം കളിച്ചപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ഫയർ ചെയ്യുന്ന സമയത്ത് അവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്ത പാട് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് സൗണ്ട് വരുന്നത്. ഒരു ചെറിയ ലേറ്റൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റേഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ കളിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ലേറ്റൻസി അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാനിത് ഒരിക്കലും ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് ഗെയിമിംഗ് ഏറ്റവും നല്ലത് വയേർഡ് ഹെഡ്ഫോണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് വേണം. അതായത് ഈ ഒരു നെക്ക് ബാൻഡ് എന്ന് പറയുന്നത് ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെ അവർ ബിൽഡ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ അതിൻ്റെ പാക്കിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൈസിൽ നല്ലൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സൗണ്ട് ക്വാളിറ്റി, ഒരു ഡീസൻറ്റ് സൗണ്ട് ക്വാളിറ്റി, അതായത് നിങ്ങൾക്ക് കോൾ ചെയ്യാനും അതുപോലെ തന്നെ പാട്ട് കേൾക്കാനും വീഡിയോ കേൾക്കാനും ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഒരു നല്ലൊരു നെക്ക് ബാൻഡ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബാറ്ററി ബാക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നല്ല ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ 1 ഇയർ വാറണ്ടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞാനത് അൺബോക്സിങ് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു നെക്ക് ബാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 1000 രൂപയിലൊരു നെക്ക് ബാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ബാൻഡ് വാങ്ങാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ കിട്ടും. അതുപോലെ തന്നെ ഇവരുടെ തന്നെ മിവിയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ മിവിയുടെ വെബ്സൈറ്റിലെ ബൈ ലിങ്കും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ ബൈ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിവിയുടെ വെബ്സൈറ്റ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് അവരുടെ ഒരു ഓഡിയോ പ്രൊഡക്ട്സാണ് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, മിവി വെബ്സൈറ്റിൽ നിന്ന്. അതുപോലെ തന്നെ ബൈ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.